रखिएगा। जिस नंबर से आप संपर्क करना चाहते हैं वह अभी स्विच ऑफ है। താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക. ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക. जिस नंबर से आप संपर्क करना चाहते हैं वह अभी स्विच ऑफ है. कृपया വീണോ അവൻ എന്തേ ഇവിടെ കിടക്കണെന്ന് ഓടാനൊന്നും പോയില്ലേ ഈ ഞാൻ ഇവിടെ വന്ന് കണ്ട് ഇങ്ങനെ കുത്തിയിരുന്നാലോ? അങ്ങാടിയിൽ ഒരൊറ്റ വണ്ടിയില്ല. ഈ പണിയിൽ ഉള്ള സമയത്ത് ഇവിടെ വന്ന് കിടന്നിട്ട് എന്ത് കാര്യമുണ്ടോ? വീണോ എന്താ മോനെ എൻ്റെ കണ്ണൊക്കെ കലിയണല്ലോ. ഇന്ന് ഓടാൻ പോയിട്ടില്ല. വേണ്ടാത്ത സ്വഭാവം വല്ലതും തുടങ്ങിയേ. ഞാൻ പോയി നിൽക്കാം. എന്താ ഇപ്പൊ പിന്നെ ഇവിടെ വന്ന് കിടക്കണത്? ഇനി വേറെ ആരും ഓട്ടം വന്നിട്ടാണ് അങ്ങോട്ട്? അല്ലക്കാ, ഞാൻ വെറുതെ. അന്നെങ്ങനെ ഇക്കാലം വരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ മോനെ. ഒന്നുമില്ലക്കാ. ഈ ആളെ ബേജാറാക്കാതെ പറയും മോനെ. ഞാൻ പോവക്കാ. ഞാൻ ഓടാൻ പോവക്കാ. വൈകുന്നേരം താത്തയ്ക്ക് വണ്ടി പൈസ കൊടുക്കണ്ടേ? ഇജ്ജ് അവിടെ നിൽക്കും മോനെ. ആർക്കാ വണ്ടി പൈസ കൊടുക്കാനുള്ളത്? എൻ്റെ ഓക്കല്ലേ. അയച്ച് ഇന്ന് താത്തക്ക് പൈസ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. വണ്ടി നമുക്ക് ഓടിയിട്ട് നാളെയും കൊടുക്കാം കേട്ടോ. ഈ വണ്ടി ആരതാ? എൻ്റേതല്ലേ? ഞാനാരാ? എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനമല്ലേ എനിക്കുള്ളത്. എൻ്റെ ഓളാരാന്ന് പറയും. എൻ്റെ അമ്മൻ്റെ സ്ഥാനമാണ്. ഓളോട് ഇജ്ജ് ഈ കാര്യം പറഞ്ഞുകൊണ്ടൊന്നും നടക്കണ്ട. എൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇജ്ജ് എന്നോട് പറയണം. മനസ്സിലായോ? എല്ലാം ഓളോട് പറയണം. ഓക്കാണെങ്കിലോ ഷുഗർ, പ്രഷർ, ഇനി ഒരു രോഗം ഇല്ലാത്തില്ല ഓക്ക്. ഓളെ വിഷമിക്കരുത് കേട്ടോ. എന്താ മോനെ എനിക്ക് പറ്റിയത്? ഇജ്ജ് എന്തുണ്ടെങ്കിലും ഇക്കനോട് പറയും. മനസ്സിലിങ്ങനെ വിഷമം വെച്ചിട്ട് ഇരിക്കല്ലേ. പടച്ച തമ്പുരാനെ, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഇജ്ജ് പറയും മോനെപ്പനോട് പറയ്. ആരോ എന്റെ കല്യാണം മുടക്കി. കല്യാണം മുടക്കിയേ? ഇജ്ജെന്താ പറഞ്ഞ മോനെ? ഇതാരും മുടക്കിന്നാ പറഞ്ഞത്? നമ്മളെ പൊരുക്കാരും ബ്രോക്കറും അല്ലാതെ വേറെ ഒരു കുട്ടികളും ഇത് അറിയില്ലല്ലോ മോനെ. പിന്നെ ഇപ്പൊ ഇത് ആരാ മുടക്കിയത്? എനിക്കറിയില്ലക്കാ. കല്യാണത്തിനുള്ള ഒരുവിധം സാധനമൊക്കെ ഞാൻ വാങ്ങി വെച്ചാണ്. ഇനി ഇതും കൂടി മുടങ്ങിയാൽ ഞാൻ ആ സാധനമൊക്കെ കൂടി എന്താ ചെയ്യുക? ഇജ്ജ് ബേജാറാലോടോ. ഞാൻ ഓനൊന്ന് വിളിച്ചു നോക്കട്ടെ. വേണ്ടക്കാ, ഞാൻ വിളിച്ചതാ. ഓലെ ഫോണ് സ്വിച്ച് ഓഫാ. ഞാൻ 3-4 പ്രാവശ്യം വിളിച്ചു നോക്കി. എന്താ അടുപ്പിലെ പണിയാണോ ഓല് കാട്ടിയത്? ഫോൺ ഓഫാക്കിക്ക. ഇനി എന്തെങ്കിലും കാര്യം ഓലോട് പറയണെങ്കിൽ 10-20 കിലോമീറ്റർ ആണ്ട് നടക്കട്ടെ കൊല്ലത്തേക്ക്. അതിനിപ്പോ ആരാ പോണത്? ചേറ്റകള്. ഇനി വിളിക്കണ്ടക്കാ. അവസാനമായിട്ട് ഞാൻ ഓനെ വിളിച്ചപ്പോ ഇനി ഇങ്ങോട്ട് വിളിക്കരുത് പറഞ്ഞിക്ക എന്നോട്. എന്ത് വിളിക്കണ്ടെന്ന് ഓല് പറഞ്ഞത്? തറവാട്ട് പറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഓല് നമ്മളെ വിളിച്ച് ചോദിക്കണ്ടേ? അല്ലെ ഓല് ഇവിടെ അന്വേഷിക്കാൻ വരണ്ടേ? ഓലപ്പോലെ തറവാട്ടുള്ള ആൾക്കാർ തന്നെ നമ്മളും. പിന്നെന്താ ഇതിൽ മോശം വന്നത്? ഓർക്ക് തോന്നുമ്പോ കല്യാണം ഉറപ്പിക്കുക, പിന്നെ വേണ്ടാന്ന് വെക്കുക. എന്ത് തോന്നുന്ന ദിവസം ഓല് കളിക്കുന്നത്? അനക്ക് ചോദിക്കാൻ പറയാൻ ആളില്ല വിചാരിച്ചിട്ടാണ്. ഇജ്ജ് വണ്ടി എടുത്താ ഓലെ. അങ്ങനെ വിട്ടാൻ പറ്റൂല. ഓലെന്താ തോന്നിയ ദിവസം കളിക്കാ? ഇജ്ജ് വണ്ടി എടുത്താ. അന്നോടാ പറഞ്ഞത് വണ്ടി എടുക്കാൻ. എന്താ നോക്കിക്ക. അതൊന്നും വേണ്ടക്കാ. ആ പെണ്ണിന് എന്നെ വേണ്ടാന്ന് ഓളാ പറഞ്ഞേ വിളിക്കണ്ടെന്ന്. പിന്നെന്താ നമ്മൾ തമ്മിൽ വെച്ചിട്ടണേ? ഓക്ക് തോന്നുമ്പോ കല്യാണം വേണമെന്ന് വെക്കാനോ പിന്നെ അത് വേണ്ടെന്ന് വെക്കാനോ ഇജ്ജെന്താ ഓളെ കളിപ്പാട്ടാണ്? നേറില്ലാത്ത ജാതികള്. ഇജ്ജ് വിഷമിക്കണം. അതിൽ നല്ല പെൺകുട്ടിനെ കാക്ക കണ്ടുപിടിച്ചു തരാം കേട്ടോ. ഇനി അതൊന്നും വേണ്ടക്കാ. 10 രൂപ പെണ്ണ് കണ്ടതിന് ശേഷം നേരെ ആയതല്ലത്. അതും മുടങ്ങി. ഇനിയിപ്പോൾ അതിന് ഞാൻ നിൽക്കില്ല. ഒരു കോമാളിയായിട്ട് എന്തിനാ വെറുതെ ഇങ്ങനെ നിൽക്കണേ?
അങ്ങനെ പറയല്ല മോനേജി. എനിക്ക് ഈ കല്യാണം ഉണ്ടാക്കി തന്ന ബ്രോക്കറില്ലേ, ഓനും എന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്, എനിക്കേ ഓനൊന്ന് കാണണം, ഈ നട്ടലിന് ഉറപ്പില്ലാത്ത ജാതികളാണ് പെണ്ണ് കാണിച്ചെന്ന് എനിക്ക്. ഉമ്മറൊക്കെ വിളിച്ച് എന്നോട് പറഞ്ഞാണ് ആ കുട്ടിക്ക് കല്യാണത്തിന് സമ്മതമല്ലാന്ന്, ഇത് നടക്കൂല. ജി വിഷമിക്കണ്ട മോനെ. ഞാൻ ഈ കല്യാണം മുടങ്ങാനുള്ള കാരണം എന്താന്നുള്ളത് ഞാൻ ബ്രോക്കർ പോയി കണ്ടിട്ട് ഞാൻ വരാം. ഇനി ഇന്ന് എന്തായാലും വണ്ടി ഓടണ്ട, മനസ്സിലായോ? ഇജ്ജ് പെരയിൽ അവിടെ കൊണ്ടിട്ടിട്ട് അവിടെ ഇരുന്നോ, അപ്പോൾ തിൽക്കാകെ പോയിട്ട് വരാം. പെരയിരുന്നോ കേട്ടോ. എന്നാലേ ഇജ്ജ് വേബിക്കോ, ഞാൻ അവനെ പോയി കണ്ടിട്ട് അങ്ങോട്ട് വരട്ടാ. ഇതോനെ ഉമ്മറാക്കനോട് ഇനി കച്ചറൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടോ. ഒന്നും ഉണ്ടാവില്ല മോനെ, ഇജ്ജ് ധൈര്യമായിട്ട് പോയിക്കോ. വല്ലാത്തൊരു ജന്മമാണ് എൻ്റെ കുട്ടീൻ്റെ ജന്മം. 10-20 പെണ്ണ് കണ്ടിട്ട് ഒക്കെ കൂടി ഒന്ന് ശരിയായി വന്നേനി, അതും മുടങ്ങി. ആരുമില്ലാത്തവരെ തട്ടി കളിക്കുന്ന കാണാൻ ചിലവർക്ക് ഭയങ്കര രസമാണ്. നാട്ടിലെമ്പാടും പെൺകുട്ടികളുണ്ട്. എന്നാലോ കാണാൻ ചെന്നിക്കുകയാണെങ്കിലോ ഓൽക്ക് ഈ ഡ്രൈവർമാരെ പറ്റൂല, ഓൽക്ക് ഗവൺമെൻറ് ജോലിക്കാരെന്നെ വേണമെന്നുള്ള. ചാടി പോകാൻ ഓൽക്കൊരു ഭംഗിയും വേണ്ട, യാതൊന്നും വേണ്ട പെൺകുട്ടിക്ക്. അത് അറങ്ങോട്ടനായാലും അണ്ടനായാലും ഓലാണ്ട് പോയിക്കോളൂ. എന്നാണ് പഠിച്ചവനെ ഈ പെൺകുട്ടികൾക്കൊക്കെ ഒന്ന് നേരം വെളുക്കല്. ആര് വന്നാലും പോയാലും ഈയുള്ളിൻ്റെ കൂടെ എന്നും, അത് മതി എനിക്ക്. വേറെ ആരും വേണ്ട കൂടെ. എന്നും നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുക നല്ലത്. ഈ എനിക്കും ഞാൻ നിനക്കുമായിട്ട് നമ്മുടെ ഇടയിൽ വേറൊരു പെണ്ണിന് സ്ഥാനമില്ല അല്ലേ? എന്താ നീയൊന്നും പറയാത്തത്? നീ എന്നോട് പിണക്കാ? നമ്മൾ വീട്ടിൽ പോയാലോ? ഇനി കുറച്ച് വിശ്രമിച്ചോ, കുറേ ഓടിയല്ലോ എൻ്റെ കൂടെ. അല്ല, ഇജി എന്നോട് പിണങ്ങിക്കുക? പിണങ്ങണ്ടോ. പതിനൊന്നാം തീയതി ഇപ്പോൾ കമ്മുവിൻ്റെ മോൻ്റെ കല്യാണം, 18-ാം തീയതി ഇപ്പോൾ ചാത്രോടിയിലെ അവറാൻ്റെ മോളെ കല്യാണം. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ അതൊന്നും ഇപ്പോൾ കിട്ടണമായിരിക്കാം. പിന്നെ ഇപ്പോൾ ഉള്ളത് സുബേൻ്റെ 2ാം ഘട്ടം. അതിനെന്തെങ്കിലും കിട്ടിയാൽ വല്ലാത്തൊരു കുറവില്ലാത്തൊരു സംഖ്യ ഞാൻ വാങ്ങും. പിന്നൊക്കെ എത്ര കുറഞ്ഞാലും അടുത്ത മാസം ഇപ്പോൾ വരുന്ന കല്യാണ സീസൺ ആയില്ലേ, അന്ന് കിട്ടണം നോക്കാന്ന്. എന്താ പറയുക, ഒറ്റക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു തരുന്നേ? എനിക്ക് തലക്ക് വലിയ സുഖമില്ലാതെ ആയോ? ഇച്ചി പഠിച്ചോനെ എത്തിച്ചിട്ടേ ഇപ്പൊ ഒരു കുഴപ്പം തലക്കില്ല, മനസ്സിലായിനോ? ശരി നിൽക്കട്ടെ. അതിലേക്ക് നിങ്ങളെങ്ങട്ടാ? ഞാൻ എങ്ങോട്ടുമല്ല, ഞാൻ അന്നൊന്ന് തിരഞ്ഞിറങ്ങിയതാണ്. എൻ്റെ പെരെ പോയി ഞാൻ എന്നെ ചോദിച്ചിട്ട് എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞ് ഈ സുബൈക്ക് പെരന്ന് പോയിന്ന്. ഒന്ന ബൈക്കെല്ലാം ഇവിടെ വരുമല്ലോ, അവിടെ വെച്ച് കാണാൻ എത്തിയിട്ടാണ്. എനിക്കെൻ്റെ പെരെ കുത്തിർന്നാ പോരല്ലോ. എനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിലേ ഞാൻ വിചാരിച്ച ബൈക്ക് പോകണം, എന്നാലും എന്തെങ്കിലും കിട്ടുള്ളൂ, മനസ്സിലായിനോ? ആടോ, എനിക്ക് എൻ്റെ ഏർപ്പാട് നോക്കി ചേർന്നോ? അതുപോലെ എല്ലാവർക്കും ഏർപ്പാടുണ്ടെന്ന് ഈ ഒന്ന് മനസ്സിലാക്കണം. എന്തിനുങ്ങളുടെ പെര വന്നിന്? എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ്, 1-2 ദിക്കാവുണ്ട്.
അതിന് പോകണ്ടേ? ഞാനേ എൻ്റെ പോക്ക് വിത്തലാക്കാൻ വന്നല്ല, എന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട്, അതിന് വേണ്ടി വന്നാ ഞാൻ. എനിക്ക് എന്താ അറിയാനുള്ളത്? എന്താ വെച്ചാൽ വേറെ എന്താ ചോദിച്ചോളേ. ഈ തിരക്കൂട്ടല്ലോടോ, ഈ മുള്ളുമലക്കണായി നിൽക്കണേ. നമ്മളെ വേണുവിൻ്റെ കല്യാണം മുടങ്ങിന്ന് പറഞ്ഞ്, അതെന്താ സംഭവം? അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാനോട് ചോദിച്ചത്. ഏത് വേണിന്റെ കല്യാണം മടിക്കുന്നത് പറഞ്ഞേ? അപ്പൊ ഈ വേണുവിനെ അറിയില്ലല്ലേ? വേണുവിന്റെ കയ്യിൽ നിന്ന് ചിക്കിളി വാങ്ങി പോണ സമയത്ത് എനിക്ക് വേണുവിനെ മനസ്സിലായില്ലല്ലോ. ഇപ്പൊ മനസ്സിലാണില്ല? നിങ്ങളെ വണ്ടി പോണ വേണുവിന്റെ കാര്യങ്ങൾ പറഞ്ഞേ. ഇന്റെ വണ്ടിയോ ഓന്റെ വണ്ടിയോ അതെന്തെങ്കിലും ആട്ടെ, ഓന്റെ കല്യാണം മുടങ്ങാനുള്ള കാരണങ്ങളാണ് ഞാൻ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്. ഓർക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാലേ ഞാനെന്താ ചെയ്യാ? അതിന്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ ഇജ്ജ് പൊട്ടം കളിക്കുക? എന്റെ മോളൊന്നല്ലല്ലോ നിങ്ങളെ മോനെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കാനേ. ഇജേ ഈ നാട്ടിൽ 4 ആളറിയുന്ന ഒരു ബ്രോക്കറാ. ആ നിലയും വലിയ ചിട്ടാളരുത്. അത് മനസ്സിലായ എനിക്ക്? ഇജായിട്ട് ഉണ്ടാക്കിയ കല്യാണമാണ്. അപ്പം അത് മുടങ്ങിയ എന്താണെന്നുള്ളത് അന്വേഷിക്കല് എൻ്റെ ഒരു ചുമതലയല്ലേ? ഇന്നോടല്ലെങ്കിലും ഈ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ട ആൾക്കാർ വേറെയുണ്ട്. ഓരോടെന്നെങ്കിലും ഈ കാര്യം പറയണ്ടേ? വെറുതെ പൈസ വാങ്ങിയിട്ട് മുണങ്ങാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. 100 കൂട്ടം തിരക്കായിട്ട് നടക്കുന്നതാണ്. ഒരുപാട് പരിപാടി എനിക്ക്. നിങ്ങൾ ചെറിയ ചെറിയ കാര്യത്തിനൊന്നും ഇടപെടാൻ എനിക്ക് കഴിയൂല കേട്ടോ. കള്ള നായിൻ്റെ മോനെ, ഇജിൻ്റെ കുട്ടീനെ വിഷമിച്ച് കണ്ട് ഇജിൻ്റെ മുന്നിൽ ആളാകാൻ നോക്കുകയാണ്. ഇജേ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ തത്ത പറയണ ആര് പറപ്പിച്ചിട്ട് തന്നെ ഞാൻ വിട്ടുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. എനിക്കറിയാലോ ആലിക്കുട്ടീൻ്റെ തനി സ്വഭാവം, ഞാൻ പറഞ്ഞിട്ടല്ലേ. നിങ്ങളെ ഇന്റെ മാറി പിടിച്ചാണ് ഇതേമാതിരി ഓളം അച്ഛനെ പോയി മാറി പിടിക്കുന്നത്. എന്താ കാര്യങ്ങൾ അന്വേഷിക്കേ? എനിക്കുണ്ട് കെട്ടിക്കാനായ ഒരു മോള്. ഈ കല്യാണക്കാരി ഉണ്ടാക്കിയതേ ഇജല്ലേ? അതിന് കായും വാങ്ങണല്ലേ ഈ? അപ്പൊ എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല ഇതില്? ഉത്തരവാദിത്തമില്ല എന്ന് ഞാൻ പറയണില്ല. ഓൾക്ക് ഈ കാര്യത്തിന് താല്പര്യമില്ല എന്ന് പോലെ പറഞ്ഞത്. അത് എന്താ കാരണം ചോദിച്ചാൽ പറയണില്ല. അത് ഞാൻ എന്താ ചെയ്യാം? എന്താണ് അതിന്റെ കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് അവിടെ പോയി അന്വേഷിക്കണം. അതിന് ഇജിന്റെ കൂടെ പോയാൽ വണ്ടിക്കൂലി ആർത്തോളാം. എനിക്ക് 1 2 നിൽക്കാറുണ്ട്. ഇന്നെന്തായാലും വരാൻ പറ്റില്ല. നിങ്ങളെന്തായാലും പോയി അന്വേഷിച്ച് വന്നോട്. പിന്നെ പോവാ. മറേ ഇജും ഞാനും കൂടി പോയിട്ടാണ് കല്യാണം ഉറപ്പിച്ചു വന്നത്. മനസ്സിലായി? അത് ഓല് പറഞ്ഞ ഡേറ്റിന് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ്ടാണ് എൻ്റെ ചെക്കൻ ആ തുണി കുപ്പായൊക്കെ വാങ്ങി വെച്ചത്. താലി വരെ വാങ്ങിച്ചിരുന്നോ. പിന്നെ ഈ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീർപ്പാക്കിയിട്ട് പോയാൽ മതി. എൻ്റെ നിൽക്കാനും ഇതിനും, അല്ലെങ്കിൽ എൻ്റെ കൈയും കാലും കൂട്ടിയിട്ട് വണ്ടിയിൽ ഇട്ടിയാണ്ട് ഞാൻ കൊണ്ടുപോകും. എനിക്കറിയാലോ നല്ലോം പോലെയാണ് ഇപ്പം ഞാനോട് പറഞ്ഞത്. ഞാൻ വടക്കായാലും എനിക്കറിയാലോ എൻ്റെ സ്വഭാവം. ഇനി അതിൻ്റെ അപ്പുറത്തൊന്നും ഞാൻ പറയില്ല. പോരില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. നാളെ സുബൈക്ക് പോയ പറയുന്നത് എനിക്കൊരു 10 റുപ്യ കിട്ടുന്ന പരിപാടിയാണ്. അത് മുടക്കലിങ്ങൾ മനസ്സിലായി? നാളെ സുബൈക്കോ മറ്റന്നാൾ സുബൈക്കോ എപ്പോൾ വേണമെങ്കിലും ഇജ്ജ് പോയിക്കോ. ഈ പറഞ്ഞ ഡേറ്റിന് എൻ്റെ ചെക്കന് കല്യാണം ഇജ്ജ് ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് കായല്ല വേണ്ടിയത്. എൻ്റെ ഈ 2 കല്യാണത്തിന് കിട്ടുന്നതിനെക്കാട്ടി ഡബിൾ പൈസ ഞാൻ എനിക്ക് തരും. അത് ഞാൻ ഓനക്കും വേണ്ടി ഞാൻ ഉണ്ടാക്കിയാണ്. എനിക്ക് കായിട്ടാൽ മതി. നിക്കായിൻ്റെ പിന്നെ ഞാൻ അവരോട് വാങ്ങിക്കൊണ്ട് നിങ്ങൾ പോരി. മറേ കായ് എന്ന് പറഞ്ഞ് നടന്നാലേ എവിടെ എത്തൂല. ഇജേ കായിൻ്റെതൊക്കെ വിട്ടിട്ട് അള്ളാൻ്റെ ഭൂമിയിലേക്ക് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പം എനിക്ക് അതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. ഞാനേ അന്നെ ദേഷ്യം പിടിക്കാൻ പറഞ്ഞതല്ല. ഈ മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം ഉണ്ടല്ലോ, അത് പൈസൻ്റെ മുകളിൽ ഇല്ലാതാവും. അതാ ഞാനോട് പറഞ്ഞത്. പൈസൻ്റെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഈ അള്ളാൻ്റെ ഭൂമിയിലേക്ക് ഒന്ന് ഇറങ്ങിയത്. മനസ്സിലായി എനിക്ക്? വലൈക്കും സലാം. എന്താ എന്നെ തിരഞ്ഞൊക്കെ കേട്ടോ. കണ്ട് നന്നായി. എന്തായാലും ഇവിടെ ഇരിക്കണേ. ഞങ്ങളെ പെരയ്ക്ക് വരെ നിങ്ങൾ അറിഞ്ഞിട്ട് ഞാനേ നമ്മൾ വീടിൻ്റെ കല്യാണത്തിനെ പറ്റി പറയാൻ വരേനി. ഓര് രാത്രി എനിക്ക് വിളിച്ചിനി. ഞാൻ വളാഞ്ചേരി കല്യാണത്തിനേനി. അതൊന്നും കാണാൻ ചെന്നൈയിൽ അപ്പം രാവിലെ ഞാൻ പറ്റിയത്. ഓര് സമ്മതിച്ചില്ല കല്യാണത്തിന്. അലിക്ക നമ്മൾ പിന്നെ പോയില്ലേ? ഓലിന്ന് രാത്രി എനിക്ക് വിളിച്ചു പറഞ്ഞ് ഈ കല്യാണത്തിന് ഓർക്ക് സമ്മതാണെന്ന്. അത് പറയാൻ വേണ്ടി വന്നാണ്. കാരണം ഇന്നലെ രാത്രി ഞാനേ അവിടെ കല്യാണത്തിനേനി. അതുകൊണ്ട് വരാൻ കഴിയാഞ്ഞ്. ഈ കല്യാണം നടക്കൂലോ. എന്താ നിങ്ങൾക്ക് ഓരിങ്ങോട്ട് വിളിച്ചു പറഞ്ഞാന്ന്? ഇപ്പൊ നിങ്ങൾക്ക് ഡിമാൻഡ്? ഓരോ ഡിമാൻഡൊക്കെ ഓലെല്ലാം പറഞ്ഞോട്. ഇനി ഈ കല്യാണം നടക്കൂല മറേ. അതെന്താന്ന്? ഇതുവരെ ഓലിക്കാൻ പറ്റാതുണ്ടായില്ലേ? നിങ്ങൾക്ക് എന്താ ഇപ്പം നടക്കൂലായത്? നിങ്ങൾ എന്നെ ഭക്ഷണമാക്കാം. കല്യാണം ശരിയാക്കി വന്നെന്ന് പറഞ്ഞല്ലോ. പുതിയാപ്പിള ഇറങ്ങണമെങ്കിൽ അതിനൊരു പുതിയാപ്പിള വേണ്ടേ? അതെന്താണ്? വീണ് കല്യാണത്തിന് ഒഴിഞ്ഞോ?
അപ്പൊ ഇജ്ജൊന്നും അറിഞ്ഞില്ലടോ. നിങ്ങൾ തെളിച്ച് പറയുന്നേ. വേണു പോയി. ഓ എങ്ങോട്ട് പോയി? ഓ മയ്യത്തായടോ. എപ്പത്? എന്ത് സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാവില്ല. എന്താ കാര്യത്തെ പണികള്? ഓ ഇന്നലെ സുബൈക്ക് പേരൻ്റെ ഉള്ളിൽ തൂങ്ങിയിടോ. കുറച്ച് തമ്പുരാണ് കുട്ടിൻ്റെ പണി കാട്ടി. ഓൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോരുന്നത്. എനിക്കവിടെ നിൽക്കാൻ പറ്റില്ലടോ. ഒരു പെണ്ണ് കിട്ടാത്തതിന് ചെക്കന്മാരൊക്കെ ഇങ്ങനെ ചാകാൻ നടന്ന എന്താ ചെയ്യാ? എനിക്കറിയാലോ, എൻ്റെ സ്വന്തം മോനെ പോലെയാണ് ഞാൻ അവനെ കണ്ടതും വളർത്തിയതും. എന്തുണ്ടെങ്കിലും നമ്മൾ രണ്ടാളും അങ്ങോട്ടും കൊണ്ട് പറയലുണ്ട്. ഒരു കാര്യവും അങ്ങോട്ടും കൊണ്ട് മറച്ചു വെക്കലില്ല. പക്ഷേ വല്ലാത്തൊരു പണി ഇപ്പല്ലേ റബ്ബെ ആ കുട്ടി കാട്ടിയത്. ഞാനേ നാട് വിട്ടിട്ട് ഇവിടുന്ന് പണിക്ക് പോയതേനി. അവിടുന്ന് തന്നെ ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് ഞാൻ അങ്ങോട്ട് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇനി ഓളി സ്വീകരിക്കാൻ ഒരു കുട്ടികളില്ലേ. നമ്മളെ സങ്കടങ്ങൾ പല ആൾക്കാരെ ബാധിക്കൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു. അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാ ആൾക്കാരുണ്ട്, കണ്ടമാനം പൈസക്കാരുണ്ട്, നമ്മളെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. എൻ്റെ സങ്കടം കേട്ടിട്ട് എനിക്ക് 10 സെൻറ്റ് സ്ഥലവും അതിലൊരു നെടുമ്പേരും വെച്ച് കെട്ടാനുള്ള പൈസ തന്നത് വേണുവിൻ്റെ അച്ഛനാണ്. അന്ന് മുതൽ വേണുവിൻ്റെ അച്ഛനും ഞാനും ജാതിഭേദം നോക്കിയിട്ടല്ലേ ജീവിച്ചവിടെ. മനസ്സിലായി? ഓൻ്റെ തൊടിയിൽ ചക്കരയും പൂളൊക്കെ കൊണ്ടാ കുഞ്ഞാ അയാളെ വണ്ടിയിൽ ക്ലീനറായിട്ടും പോകും. അങ്ങനെ ജീവിച്ചു പോന്നേന് ഒരു പെരുന്നാളിൻ്റെ അന്ന് ഉച്ചക്ക് ചോറൊക്കെ വെച്ചാണ്ട് വയനാട് കാണാൻ വേണ്ടി പോയതാ. തിരിച്ചുകൊണ്ട് വരുന്ന വരത്തിൽ വയനാട് ചുരത്തിൻ്റെ മുകളിൽ വണ്ടി പറഞ്ഞ് എൻ്റെ മക്കളും വേണുവിൻ്റെ അമ്മയും വേണുവിൻ്റെ അച്ഛനും അതിലും മരിച്ചു. എൻ്റെ പെണ്ണുങ്ങളും ഞാനും വേണും ബാക്കി. അന്ന് മുതൽ എൻ്റെ മോനെ പോലെയാണ് ഞാൻ ഓനെ കൊണ്ടെടുക്കുന്നത്. എന്ന ഓനാണ് ഒരു വാക്കും പറയാതെ ഇത് ചെയ്ത്. ഇപ്പോൾ എൻ്റെ പെരയിലേക്ക് കയറി ചെല്ലാൻ തോന്നില്ലടാ മോറെ. എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ മോനെ എൻ്റെ കൂടുതലിൻ്റെ എല്ലാത്തിനും. ഇപ്പം ഞാനും എൻ്റെ പെണ്ണുങ്ങളും ഒറ്റപ്പെട്ട് ഏത് സമയത്തും എൻ്റെ പെരയിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ മോനും ആ വണ്ടിയെടുത്ത് ഇങ്ങനെ നിൽക്കും എൻ്റെ കാത്തിട്ട്. ഇപ്പം എനിക്ക് ആരുമില്ലാതായി പറയാൻ. ഒന്നാൾ ആരുടേക്കാ നിങ്ങൾ വിഷമിക്കണ്ട. ഇത് മറ്റേ ആളിതിൻ്റെ തീരുമാനിച്ചിട്ടുണ്ടാവും. അതേപോലെ നടക്കുള്ളൂ. 10-20 പെണ്ണിനെ അവനക്ക് കൊണ്ടേ കാണിച്ചു കൊടുത്തിരുന്നു. അവസാനം അവൻ പെണ്ണ് കെട്ടണില്ല. എനിക്കിനി പെണ്ണ് വേണ്ടെന്നും പറഞ്ഞോ. എൻ്റെ ചീത്ത കേട്ടിട്ടാണ് അവസാനത്തിന് അവൻ സമ്മതിച്ചത്. ഈ കുട്ടി ഇതിങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല. ഇനി ചെല്ലുന്നിടത്തു നിന്നൊക്കെ പറയും ഡ്രൈവർമാർക്ക് പെണ്ണില്ല, ഡ്രൈവർമാർക്ക് പെണ്ണില്ല. ഓനെ 10-20 കല്യാണം മുടങ്ങിപ്പോയതല്ലേ. ഈ കല്യാണം ശരിയായത് ഓൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. പഠിച്ചോൻ ഓൻ ഇത്ര ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ പെരേ പോവുക. വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പഠിച്ചോനെത്തില്ല ഇതിൻ്റെ ഒക്കെ തീരുമാനം ഉണ്ടാവും. നിങ്ങൾ പോയി. ഞാനില്ല അമ്മറേ. എൻ്റെ പെണ്ണുങ്ങളെ കരച്ചിൽ കേൾക്കാൻ എനിക്ക് കഴിയണില്ല. എനിക്കറിയില്ലേ ഒരു മോൻ മരിച്ച് അതിൽ വിഷമം തള്ളാർക്ക് എത്ര ഉണ്ടാവുന്നുള്ളത്. ഞാൻ നിങ്ങളിങ്ങനെ തുടങ്ങിയാൽ ആയിട്ടേക്കാ. നിങ്ങൾ വരി ആയിട്ടേക്കാ. നിങ്ങൾ വരി. നിങ്ങളെ പെണ്ണുങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ട നിങ്ങളാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് കരഞ്ഞാലോ? നിങ്ങൾ വരി, നമ്മൾ പെരേ പോവാ. ശരി, നീറ്റാണ് നിങ്ങൾ. എനിക്ക് പെരയിലേക്ക് വരാൻ തോന്നില്ല അമ്മറേ. ആ മുറ്റത്തെ വണ്ടി കാണുമ്പോൾ എൻ്റെ മോനതിൽ കുത്തിരിക്കുന്നുണ്ടെന്ന് തോന്നുകയാണ് എനിക്ക്. എന്നോട് എന്തിനാണ് ഈ പരീക്ഷണം എൻ്റെ റബ്ബേ? ആയിട്ടേക്കേ, നല്ല മനുഷ്യന്മാർക്കൊക്കെ ഈ ഭൂമിയിൽ ഇത്ര ഇടമുള്ളൂ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ വരി, നമ്മൾ പോവുക, പെരേ പോവുക.